ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിലെത്രയും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, സുവിശേഷത്തിൽ താൻ വർദ്ധിപ്പിച്ചു കൊടുത്ത അപ്പത്തിൻ്റെയും മീനിൻ്റെയും കണക്ക് ചോദിക്കുന്ന ഒരു ഗുരുവിനെ, യേശുവിനെ നാം കണ്ടുമുട്ടുന്നുണ്ട്. 5 അപ്പവും 5000-ഓളം വരുന്ന, അല്ലെങ്കിൽ 5000-ന് മുകളിൽ വരുന്നവർക്ക് വിഭജിച്ചു കൊടുത്തപ്പോൾ എത്ര കുട്ട ബാക്കി ഉണ്ടായിരുന്നു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഈശോ. അവർ പറയുന്നു 12 കുട്ട. അതെ, ഇന്നിൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മൾ ശ്രവിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു അവരോട് സംസാരിക്കുകയാണ്. മക്കളെ, ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ? അവർ അത് കൊടുക്കുമ്പോൾ വാങ്ങി ഭക്ഷിക്കുന്ന ഈശോ വീണ്ടും അവരോട് വലയിറക്കുവാൻ, ആഴത്തിലേക്ക് വലയിറക്കുവാൻ ആവശ്യപ്പെടുന്ന ഈശോ. കണക്ക് യോഹന്നാൻ ശിഷ്യൻ തന്നെ രേഖപ്പെടുത്തുകയാണ്. വലിച്ചു കയറ്റാനാവാത്തവണ്ണം മത്സ്യങ്ങളെ കൊണ്ട് നിറഞ്ഞ ഉയർത്തെഴുന്നേറ്റവൻ്റെ സാന്നിധ്യത്തിൽ മത്സ്യം വലയിൽ നിറഞ്ഞപ്പോൾ അത് 153 മത്സ്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഞാൻ ഈ സുവിശേഷം ചിന്തിക്കുമ്പോൾ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധ ജപമാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാൻ പാടില്ലേ? 153 മണി ജപം എന്നുള്ള പ്രാർത്ഥന. അതെ, ഓരോ ജപമണിമാലകളിലും അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മറിയമെന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെയും തിന്മ അകന്നുമാറി നന്മ നിറയുന്ന ഒരനുഭവമാണ്. ശിഷ്യഗണത്തിന് സകലതും സാധ്യമാക്കി കൊടുക്കുന്ന ഈശോ ഉയർത്തെഴുന്നേറ്റവനോടുകൂടെ നമ്മുടെ യാത്ര തുടരാം. അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.